ഹായ് ഹലോ എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കാർഡ്ബോർഡ് പീസുകളാണ്. ഈ കാർഡ്ബോർഡ് പീസിൻ്റെ അളവുകളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ ഈ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ കാർഡ്ബോർഡിൻ്റെ കളർ കാണുമ്പോൾ അത്ര രസം ഉണ്ടാവില്ലല്ലോ. ഞാൻ അത് കാരണം എല്ലാ കാർഡ്ബോർഡ് പീസിലും വൈറ്റ് കളർ പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ 24 സെൻറ്റിമീറ്റർ നീളം 24 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പേപ്പറാണ്. ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ചാർട്ട് പേപ്പർ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡ് പീസ് നടുക്കിലൊട്ടിക്കുക. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ചുറ്റുമായിട്ട് ഈ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഓരോ കാർഡ്ബോർഡ് പീസിൻ്റെ ഇടയിലും ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അതിനുശേഷം ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. 4 സൈഡിലും നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ഇനി ഇതിനൊരു ബോക്സിൻ്റെ ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ ഓരോന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് തൊട്ടടുത്തുള്ളതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത്രയും ലെങ്ത്ത് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും കുറച്ച് ലെങ്ത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോന്നും ഈ രീതിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബോക്സിൻ്റെ ഷേപ്പ് കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു അടപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഈ സെയിം രീതിയിൽ തന്നെയാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ മെഷർമെൻറ്റ്സിൽ ചെറിയ മാറ്റമുണ്ട്. അളവുകളൊക്കെ നോക്കി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് മുകളിലായിട്ടൊരു ബോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാറ്റിൻ റിബൺ ആണ്. സാറ്റിൻ റിബൺ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നടുക്കിലായിട്ട് ഞൊറികൾ എടുക്കില്ലേ, ആ രീതിയിൽ 1-2 ഞൊറികൾ എടുത്ത് കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തുന്നി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വേറൊരു സാറ്റിൻ റിബണിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോർഡ് നടുക്കിലായിട്ട് ചുറ്റി വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ആയിട്ട് ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറയുക. വീഡിയോസ് ഷെയർ ചെയ്യാം. താങ്ക്